ഞാൻ ഇന്ന് വന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോസ്റ്റ് റിക്വസ്റ്റഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അതിൻ്റെ താഴെ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ജേണി ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് സ്നേഹ, മ്യൂസിക് മേറ്റ് 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴാണ് എനിക്കൊരു സാഹചര്യം കിട്ടിയത് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ജേണി ഒന്ന് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ നല്ലൊരു അണ്ടർ വെയ്റ്റ് ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, കാരണം നമുക്ക് ഇപ്പോൾ ഞാനാണെങ്കിലും ആവശ്യത്തിന് ഒരു വീഡിയോ കാണുമ്പോൾ മെയിൻ കണ്ടൻറ്റാണ് ഞാനും നോക്കുള്ളൂ. അപ്പോൾ അതുപോലെ ഞാൻ ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ കിടക്കാണ്. അപ്പോൾ ഓക്കെ, അതിനുശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു കൊറോണ ടൈമിലാണ്, ഞാൻ വീട്ടിൽ നിൽക്കുന്ന ഒരു ടൈമിലാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റാക്കി എടുക്കുക. അതായത് എന്നെക്കൊണ്ട് പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ് എന്നൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. എസ്പെഷ്യലി നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഒന്ന് സെറ്റായി വരണമെങ്കിൽ നമുക്ക് നല്ല മൈൻഡ് സെറ്റ് വേണം, എന്നാലേ അത് ഓക്കെ ആവുള്ളൂ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വലിയൊരു നോക്കിയിട്ടും എനിക്ക് വലിയ അങ്ങ് സെറ്റ് ആയിട്ടുണ്ടായില്ല. കാരണം ഞാൻ ഏർലി മോർണിംഗ് പോയിട്ട് ഒരു ഈവനിങ് നൈറ്റ് ഏകദേശം ആവും ഞാൻ തിരിച്ചു വരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വർക്കിംഗ് വുമൻസ് ആണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് ആദ്യം കണ്ടെത്താം. നമുക്ക് നമ്മുടെ ശരീരം നോക്കാനും നമ്മുടെ എന്താ പറയുക ഫുഡ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഫസ്റ്റ് കണ്ടെത്താം. അല്ല, വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക, പറ്റുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യാം, അല്ലാത്ത നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എൻ്റെ ഒരു ഡേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ആ ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തലേദിവസം രാത്രി കുറച്ച് നമ്മുടെ ആൽമണ്ടില്ലേ, ബദാം, ഞാൻ അതെടുത്തിട്ട് കുതിർത്ത് വെക്കും വെള്ളത്തിൽ. അതിനുശേഷം രാവിലെ ആയിരിക്കുന്നത് ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ എണീക്കുമ്പോൾ, ഏർലി മോർണിംഗ് ഒന്നും എണീക്കില്ല, എപ്പോഴാണോ എണീക്കുന്നത് ആ ടൈമിൽ ഞാൻ ആ ബദാമാണ് കഴിക്കുക ഫസ്റ്റ്. അതിനുശേഷം ഞാൻ നമ്മുടെ സ്പെഷ്യൽ ABC ജ്യൂസ് കുടിക്കാറുണ്ട്. അത് ഞാൻ സ്കിപ്പ് ചെയ്യാതെ നോക്കാറുണ്ട്, നമ്മുടെ ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്. അപ്പോൾ അതിൽ ആപ്പിൾ സ്കിപ്പ് ചെയ്താലും ക്യാരറ്റ് സ്കിപ്പ് ചെയ്താലും ഞാൻ ബീട്രൂട്ട് അതിൽ സ്കിപ്പ് ചെയ്യാറില്ല. ABC ജ്യൂസ് ഞാൻ ഫസ്റ്റ് ബദാം കഴിഞ്ഞ് ഞാൻ അതാണ് കുടിക്കാറ്. അതിനുശേഷം ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ, ദോശ, ഇഡ്ഡലി, പുട്ട്, എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിക്കും. അത് കഴിഞ്ഞൊരു 10 മണി, നമ്മുടെ ഒരു 10:30 അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാനൊരു ബനാന കഴിക്കും, ഒരു നേന്ത്രപ്പഴം. അതാണ് അധികം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ രാഗിയില്ലേ, മുത്താറി, അത് ഞാൻ നന്നായിട്ടൊന്ന് കോക്കനട്ടൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഞാൻ ഒരു പായസം ആ ഒരു ഫോമിലാക്കിയിട്ട് ഞാൻ കുടിക്കാറുണ്ട്. അത് ഞാൻ നമ്മുടെ വെല്ലമില്ലേ, ശർക്കര, അത് ആഡ് ചെയ്യാറുണ്ട്. ഇനി ഷുഗർ പ്രശ്നമുള്ള ആൾക്കാർക്ക് അത് ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, മധുരം ഇല്ലാതെയും കഴിക്കാൻ പറ്റും, നിങ്ങളുടെ ഇഷ്ടമാണ്. സംടൈംസ് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ബനാന ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി ഒരു ഫോമിലാക്കി ഞാൻ കഴിക്കാറുണ്ട്. അതിനുശേഷം ഏകദേശം ഒരു ലഞ്ചിൻ്റെ ടൈം ആവും. പിന്നെ ഞാൻ ബനാനയും ഈ റാഗിയും ഞാൻ സ്കിപ്പ് ചെയ്യാറേ ഇല്ല കേട്ടോ. ഞാൻ ABC ജ്യൂസും എല്ലാം സ്കിപ്പ് ചെയ്തത്, ഇത് രണ്ടും ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും ഡേറ്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈറ്റായിട്ടൊന്ന് കുറിക്കുക ചെയ്യാറുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ. പിന്നെ അതിനുശേഷം എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ലഞ്ച്, നോർമൽ ലഞ്ച് ഞാൻ കഴിക്കും. ലഞ്ചിന് അങ്ങനെ ഒരു സ്പെഷ്യലൊന്നുമില്ല, ലഞ്ച് അങ്ങ് കഴിക്കും. എന്താണോ അവിടെ ഉള്ളത് ഞാൻ കേട് ഇൻവോൾവ് ആക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ പശുവുണ്ട്, അപ്പോൾ ഞാൻ കേട് കൂടുതൽ കഴിക്കാറുണ്ട് ലഞ്ചിൻ്റെ ടൈമിൽ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈവനിങ് ആകുമ്പോൾ ജസ്റ്റ് സംടൈംസ് ഞാനൊരു ബനാന കഴിക്കും, എനിക്ക് വിശപ്പുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടെങ്കിൽ അത് ഞാൻ തയ്യാറാക്കും. അത് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, കുറച്ച് ആൽമണ്ട്, കാഷ്യൂനട്ട്, പിന്നെ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും, വെള്ളത്തിൽ കുതിർത്ത് വെക്കും ഒരു 2 മണിക്കൂർ മുന്നേ. അതിനുശേഷം നമ്മുടെ പാലില്ലേ, നോർമൽ വീട്ടിലുള്ള പാലാണ് എൻ്റെ. അപ്പോൾ ഒരു പശുവും പാലെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, പീനട്ട് ബട്ടറിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കും, മിക്സ് ചെയ്തെടുക്കും, പീനട്ട് ബട്ടറിൽ അടിച്ചെടുക്കും. അതിനുശേഷം ഞാൻ അതിൽ കുറച്ച് അവല്, പിന്നെ ഈ കാഷ്യൂനട്ട്, നമ്മുടെ പീനട്ട്, ആൽമണ്ട്, ഇതെല്ലാം കൂടെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്യും. സംടൈംസ് ഞാൻ അതിങ്ങനെ ഗ്രൈൻഡ് ചെയ്യും, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് തന്നെ അതിലേക്ക് ഞാൻ പൊട്ടിച്ചിടാറാണ് ചെയ്യാറ്. അതിനുശേഷം എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബനാന, നേന്ത്രപ്പഴമാണ് കൂടുതലും ചെയ്യാറ്. ചെറിയ പഴമാണെങ്കിൽ കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ബനാന കട്ട് ചെയ്ത് ഞാൻ അതിലോട്ട് ഇടും. പിന്നെ ഞാൻ കുറച്ച് സമയം ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. കാരണം എന്താ, നമ്മളിത് മിക്സിയിൽ ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു ചെറിയൊരു ചൂട് ഫീൽ ചെയ്യും, അപ്പോൾ നമുക്ക് കുടിക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല. കുറച്ച് സമയം ഞാനിത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ നമുക്കൊരു തണുത്ത പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം അതെടുത്ത് കഴിക്കും. അതാണ് എൻ്റെ മെയിൻ സാധനം. അപ്പോൾ അതെടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിലപ്പോൾ ഈവനിങ് ഒരു ബനാന കഴിക്കാറുണ്ട്, ചിലപ്പോൾ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. പിന്നെ വൈകുന്നേരം വീട്ടിൽ എന്തെങ്കിലും ഒരു ചായക്ക് സ്നാക്സ് ഉണ്ടാവും. അതായത് ചിലപ്പോൾ സ്നാക്സ്, അല്ലെങ്കിൽ വല്ല കടല, പയറ്, ചക്ക സീസൺ ആകുമ്പോൾ ചക്ക, അങ്ങനെ എന്താണെങ്കിലും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് കഴിക്കും. പിന്നെ രാത്രി ഒരു 8:30, 9:30 ആ ടൈമിൽ ഞാൻ ഡിന്നർ കഴിച്ച് കുറച്ചൊരു അരമണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഒരു ഗ്ലാസ് പാലും കൂടെ കഴിച്ച് കിടന്നുറങ്ങും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു റൊട്ടീന്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ അത്രയും സ്കെൽറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ട്രൈ ചെയ്യേണ്ടി വന്നത്. ഞാൻ നല്ലൊരു വെയിറ്റ് ഗെയിൻ എനിക്ക്
കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്നും ഫോളോ അപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അതേ ഉള്ളൂ ഇപ്പോൾ. ആ ഒരു ടൈമിൽ ഞാൻ ചെയ്തതാണ്. കാരണം ഞാൻ അത്രയും മെലിഞ്ഞിട്ടായിരുന്നു. എൻ്റെ ഒരു ഫോട്ടോസ് നിങ്ങൾ ആ ഷോർട്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ കവർ പേജിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ചെയ്യുക. ഇനി പറ്റാത്തവർ, ഇത്രയും ചെയ്യാൻ പറ്റാത്തവർ ഈ ബനാന, രാത്രിയുള്ള ആ ഒരു പാല്, അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. പിന്നെ നമ്മുടെ റാഗിയിലെ മുത്താറി, അത് മെയിനാണ്, അതും സ്കിപ്പ് ചെയ്യാതെ നോക്കുക. നന്നായിട്ട് നമുക്ക് ബ്ലഡൊക്കെ ഇൻക്രീസും അത് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുക. പിന്നെ നന്നായിട്ട് എന്താ പറയുക, ചോറ്, കഞ്ഞി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നായി കഴിക്കുക. ഞാൻ ഈ പുറത്തത്തെ മെഡിസിൻസോ അല്ലെങ്കിൽ ലേഹ്യം, അരിഷ്ടം അങ്ങനത്തെ ഒന്നും ഞാൻ വെയിറ്റ് വേണ്ടി ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് തടിക്കണം എന്നുള്ള ആൾക്കാർ, നന്നേ മെലിഞ്ഞ ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു.